Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, നമ്മുടെ സോഷ്യൽ പരീക്ഷയിൽ അവസാനമായിട്ട് ചോദിക്കുന്ന 6 മാർക്കിന്റെ ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ പറയുന്ന എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ചോദ്യം. അത് സംഗതി എസ് എ ക്വസ്റ്റ്യൻ ഒന്നല്ല. കുറെ കുട്ടികൾ വെച്ചിരുന്നത് കുറിപ്പാക്കി എഴുതണോ അല്ലെങ്കിൽ കുറിപ്പില്ലാതെ എഴുതണോ എന്നൊക്കെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പോയിന്റ് ആക്കി എഴുതിയാലും മാർക്ക് കിട്ടും, കുറിപ്പാക്കി എഴുതിയാലും മാർക്ക് കിട്ടും, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ചില കുട്ടികൾ സംശയം പറഞ്ഞു, ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെ എഴുതാനാണല്ലോ പറഞ്ഞത്, ഞങ്ങളുടെ ടീച്ചർ അങ്ങനെ എഴുതാനല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ടീച്ചർ എങ്ങനെ പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിൽ എഴുതാം. ആദ്യമേ ഞാൻ പറഞ്ഞുതരാം, സോഷ്യൽ സയൻസിൽ നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിൽ ഇത്ര പേജ് വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര വേണമെന്നോ ഒരു കണക്കില്ല, എത്ര വാക്ക് വേണമെന്നോ ഒരു കണക്കില്ല. മാർക്കിനനുസരിച്ചുള്ള പോയിന്റുകൾ ഉണ്ടായാൽ മതി. 6 മാർക്കാണെങ്കിൽ 6 പോയിന്റ്, കൃത്യമായിട്ടുള്ള 6 പോയിന്റുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഹിൻസ് ആയിട്ട് ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഹിൻസ് ആയിട്ട് ചില സൂചനകൾ നൽകിയിരിക്കും. ആ സൂചനകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണമെന്ന് മാത്രം. ഉദാഹരണത്തിന്, 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളുമാണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ, നിങ്ങൾ കാരണങ്ങൾ എത്ര കാരണങ്ങളുണ്ടോ ആ കാരണങ്ങൾ നിങ്ങൾ മുഴുവൻ എഴുതിയിരിക്കണം. അതേപോലെ തന്നെ ഫലങ്ങളും നിങ്ങൾ എഴുതിയിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അതല്ലാതെ മൊത്തമായിട്ട് കണ്ട് ഡീറ്റെയിൽഡ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെർക്കന്റലിസം എഴുതാം. അതേപോലെ തന്നെ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ അവർ തമ്മിൽ നടന്ന ആ യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ഫലങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണോ ചോദിച്ചത് അത് മാത്രം എഴുതുക എന്നുള്ളതാണ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അല്ലാതെ റവല്യൂഷൻ മൊത്തം എഴുതിയേക്കുക, ചാപ്റ്റർ മൊത്തം എഴുതിയേക്കുക, ഇങ്ങനെയൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. 2.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഏതെങ്കിലുമൊക്കെ മാഷന്മാർ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2.5 മണിക്കൂറിന്റെ പരീക്ഷയ്ക്ക് പിന്നെ 3.5 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി തീരില്ല. അപ്പം വളരെ ശ്രദ്ധിക്കുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 4 പോയിന്റ് എഴുതുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 3 പോയിന്റ് എഴുതുക. ഇങ്ങനെ തന്നെ എഴുതി ശീലിച്ചാലേ നിങ്ങൾക്ക് എഴുതി തീരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന 3 റവല്യൂഷൻ ഉണ്ടല്ല. ഈ 3 റവല്യൂഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നാളെ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്നത്. അത് ഒന്നുകിൽ റഷ്യൻ റവല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ ആയിരിക്കാം. എന്തായാലും റഷ്യൻ റവല്യൂഷൻ ഞാൻ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾ അത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം മുന്നേ, 1-2 ആഴ്ച മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കിട്ടാത്ത കുട്ടികൾക്ക് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ SSLC ഹിസ്റ്ററി 2023 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അതായത് അമേരിക്കൻ റവല്യൂഷന്റെ വീഡിയോ കാണണം. ഏതാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവം അഥവാ ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പഴയ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലുണ്ട്. എന്നാലും കുറെ കുട്ടികൾ അത് കാണാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈമില്ല, എന്നാലും ഒന്ന് സ്പീഡിൽ പറഞ്ഞു തരാം. അപ്പോൾ മക്കളെ, ഈ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന്റെ അതേപോലെ തന്നെയാണടാ. അതായത് ഒരു ഗതിക്കും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ബൂൽബൻ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അങ്ങ് റഷ്യയിൽ സാർ ചക്രവർത്തിമാർ, റോമനോ രാജവംശത്തിൽപ്പെട്ട സാർ ചക്രവർത്തിമാരായിരുന്നു ഗുലുമാൽ ഉണ്ടാക്കിയതെങ്കിൽ ഇങ്ങ് ഫ്രാൻസിൽ ബൂൽബൻ രാജവംശം, ബൂൽബൻ ഡൈനാസ്റ്റിയിൽ പെട്ടിട്ടുള്ള ലൂയി രാജാക്കന്മാരായിരുന്നു പ്രശ്നക്കാര്. ഇംഗ്ലീഷ് മീഡിയക്കാർ ലൂയി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ടെക്സ്റ്റ് നോക്കി കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ എന്തായാലും ലൂയി രാജാക്കന്മാരുടെ ദുർഭരണത്തിന്, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയ ഒരു കലാപമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് ബേസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രാജാക്കന്മാർ മാത്രമായിരുന്നോടെ അവിടുത്തെ പ്രശ്നം? അല്ല, രാജാക്കന്മാർ മാത്രമല്ല, ഈ രാജാക്കന്മാരെ പിന്തുണച്ചിരുന്ന, രാജാക്കന്മാർ തിരിച്ചും പിന്തുണച്ചിരുന്ന 2 കൂട്ടരും കൂടി അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെ ദ്രോഹിച്ച് ജീവിച്ച, ജനങ്ങൾ എല്ലുമുറിയ പണിയെടുത്ത് അവരുടെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് സുഖിച്ച് ജീവിച്ചിരുന്ന 2 കൂട്ടർ. ആരൊക്കെയായിരുന്നു അവര് പുരോഹിതന്മാർ, അതായത് ക്ലർജിയും പിന്നെ നോബിലിറ്റി, അതായത് പ്രഭുക്കന്മാരുമായിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതിൽ ഫസ്റ്റ് എസ്റ്റേറ്റിലായിരുന്നു നമ്മുടെ ക്ലർജി അഥവാ പുരോഹിതന്മാരെ, മതത്തെ വിറ്റ് ജീവിച്ചിരുന്ന, അതേപോലെ പാവങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് നികുതി വാങ്ങി ആഡംബരമായിട്ട് ജീവിച്ചിരുന്നവരായിരുന്നു അന്നത്തെ ഫ്രാൻസിലെ പുരോഹിതന്മാർ അഥവാ ക്ലർജി എന്നറിയപ്പെട്ടിരുന്ന ആളുകൾ. ദെൻ 2ാമത്തെ എസ്റ്റേറ്റിൽ പെട്ടിരുന്നത് നോബിലിറ്റി അഥവാ പ്രഭുക്കന്മാരായിരുന്നു. പുരോഹിതന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരും ഒരമ്മ പെറ്റ 2 മക്കൾ, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നൊക്കെ പറയാം. കാരണം അതേ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിരുന്നു ഇവരുടെ സ്വഭാവം. ഇവർ രാജാക്കന്മാരുടെ എല്ലാവിധ ഉയർന്ന പൊസിഷൻ, അതായത് സൈനികപരവും ഭരണപരവുമായ എല്ലാ സ്ഥാനങ്ങളും ഇവർ കൈയടക്കി വെച്ചിരുന്നു. വലിയ വലിയ സ്വത്തുക്കളും അതേപോലെ വിശാലമായ ഭൂസ്വത്തുക്കളൊക്കെ ഇവർ കൈയടക്കി വെച്ചിരുന്നു. പോരാത്തതിന് താഴ്ന്ന വിഭാഗത്തിൽ നിന്ന്, സാധാരണക്കാരായ കർഷകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും ഇവരെ നികുതി പിരിച്ചിരുന്നു. അങ്ങനെ ആർഭാടകരമായിട്ട് തന്നെയാണ് ഈ 2ാം സ്റ്റേറ്റുകാരും ജീവിച്ചിരുന്നത്. എന്നാൽ ഇനി 3ാം സ്റ്റേറ്റിലാവട്ടെ
അവിടെ രണ്ട് തട്ടിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മിഡിൽ ക്ലാസ്, അതായത് മധ്യവർഗം, മറ്റൊന്ന് ലോ ക്ലാസ്, അതായത് താഴ്ന്ന വർഗം എന്നറിയപ്പെടുന്ന കോമൺസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇതിൽ ഈ മധ്യവർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം പണവും നല്ല വിദ്യാഭ്യാസവുമുള്ള കുറെ പേരുണ്ടായിരുന്നു. അതായത് അഡ്വക്കേറ്റ്സ്, വക്കീലന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഉൾപ്പെട്ട അത്യാവശ്യം നല്ല സ്റ്റാറ്റസിലുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല അറിവും പണവുമുള്ള ആളുകളായിരുന്നു മധ്യവർഗത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ഗതിക്കും കൊള്ളാത്ത സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും അടിമകളും ഉൾപ്പെട്ട ആളുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്ലേവ്സ് ആയിട്ടുള്ള ആളുകളും ഈ മൂന്നാമത്തെ സ്റ്റേറ്റിലുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ഫ്രാൻസിന്റെ പ്രശ്നം. അതായത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും പണവും ഉണ്ടായിരുന്നിട്ടും മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൽപ്പെട്ട ഈ ആളുകൾക്ക്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ വക്കീലന്മാരും അധ്യാപകരും അതേപോലെ തന്നെ ടീച്ചേഴ്സ്, നമ്മുടെ റൈറ്റേഴ്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഈ ആളുകളുണ്ടല്ലോ, ഇവർക്ക് സമൂഹത്തിൽ വളരെ താഴ്ന്ന വിഭാഗം, അതായത് അടിമകൾക്കും കർഷകർക്കും തുല്യമായിട്ടുള്ള ഒരു പദവിയായിരുന്നു കൊടുത്തിരുന്നത്. ഇവരെ ഒരിക്കലും പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ രാജാവ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഫ്രാൻസിലെ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരും സാധാരണക്കാരെ പോലെ തന്നെ നികുതി കൊടുക്കാൻ നിർബന്ധിതരായിരുന്നു. എന്ന് പറഞ്ഞാൽ 1-2 എസ്റ്റേറ്റുകാർക്ക് ഒരു ടാക്സും കൊടുക്കണ്ട. 3-ാം എസ്റ്റേറ്റുകാരിൽ ആരായിരുന്നാലും, അത് മധ്യവർഗമായിരുന്നാലും താഴ്ന്ന വിഭാഗമായിരുന്നാലും എല്ലാവരും ടാക്സ് കൊടുക്കണം. ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു ഈഗോ ക്ലാഷ്, ഒരു കോംപ്ലക്സ് ആരിലുണ്ടാക്കി? മിഡിൽ ക്ലാസ്സിൽ ഉണ്ടാക്കി, അല്ലെ മധ്യവർഗത്തിൽ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസമല്ലേ, ഞങ്ങൾക്ക് പുരോഹിതന്മാരെ പോലെയും പ്രഭുക്കന്മാരെയും പോലെ നല്ല പണവുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എന്നിട്ട് ഞങ്ങൾ അടിമകളെ പോലെ സാധാരണക്കാരെ പോലെ 3-ാം എസ്റ്റേറ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് ശരിയാവില്ല, ഞങ്ങൾക്കും അധികാരം വേണമെന്ന അവരുടെ ചിന്ത അവർക്കുണ്ടായി. അങ്ങനെ ഈ മധ്യവർഗം, ഈ മിഡിൽ ക്ലാസ് ആണ് എന്ത് ചെയ്തത്? ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരൊക്കെ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവരെ ഇളക്കി വിട്ടിട്ട് രാജാവിനെതിരെയും പുരോഹിതന്മാർക്കെതിരെയും അതേപോലെ പ്രഭുക്കന്മാർക്കെതിരെയും തിരിച്ചുവിടുകയും ഇങ്ങനെ ഒരു കലാപത്തിന് മുൻകൈയെടുക്കുകയും ചെയ്ത്. എന്തായാലും ഈ കലാപം നടന്നത് വളരെ നന്നായി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഫ്രാൻസിന്റെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വച്ഛാധിപത്യ ഭരണത്തിന്, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷന് തിരശ്ശീല വീണു. ഫ്രാൻസിൽ ഫ്യൂഡലിസം, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നിയന്ത്രിച്ചിരുന്ന ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുഷിച്ച സാമ്പത്തിക വ്യവസ്ഥ തന്നെ അവസാനിക്കാൻ ഈ ഒരു വിപ്ലവം കാരണമായി. അപ്പം മക്കളെ, നമുക്കിതിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ മിക്കവാറും ഇതുപോലൊരു ചോദ്യമാണ് കാണുക. അപ്പോൾ ഈ ചോദ്യം ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്തതാണ്. ഇത്രയും പോയിന്റുകളൊക്കെ വരണം നിർബന്ധമൊന്നുമില്ല. സോ എക്സ്പ്ലെയിൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനെ വിവരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ചില സൂചനകൾ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഹിൻസ് തരും. ആ ഹിൻസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഹിൻസ് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഫുൾ ഹിൻസും തരില്ല, മാക്സിമം 2-3 ഹിൻസേ തരുള്ളൂ. അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. സോ ഒന്ന് ഫ്രഞ്ച് സൊസൈറ്റിയാണ്, അതായത് ഫ്രഞ്ച് സമൂഹം. പിന്നെ തിങ്കേഴ്സ്, ചിന്തകന്മാരുടെ സ്വാധീനം. പിന്നെ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി. പിന്നെ റിസൾട്ട്, ഫലങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ചിന്തകന്മാരുടെ സ്വാധീനവും അതേപോലെ ഫ്രഞ്ച് സൊസൈറ്റിയും റിസൾട്ടും മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തമായിട്ട് വന്നെന്ന് വരും. മൊത്തമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്, കുറേ ഉണ്ടാവും. എന്തായാലും ഞാനിവിടെ നിങ്ങൾക്ക് മൊത്തമായിട്ടുള്ളൊരു നോട്ടാണ് തരുന്നത്. നിങ്ങൾ എല്ലാം പഠിച്ചു വെക്കണം. ഏതാണ് ക്ലൂ നമുക്ക് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് പഠിക്കാം. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 സ്ട്രാറ്റ, അല്ലെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ ക്ലർജി ആയിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റിൽ. അവർക്ക് ഒരുപാട് ലാൻഡും ഒരുപാട് ദൂർത്ത് ആർഭാടകരമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ എന്താണ്, അവർ എന്ത് ചെയ്തിരുന്നു? വാസ്റ്റ് ലാൻഡുകൾ കൈയടക്കി വെച്ചിരുന്നു, വിശാലമായ ലാൻഡുകൾ കൈയടക്കി വെച്ചിരുന്നു. അതേപോലെ തന്നെ താഴ്ന്ന ഈ 3rd സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ടാക്സുകളൊക്കെ അവർ വിരിച്ചിരുന്നു. അതിൽ നിങ്ങൾ തിത്തേ തേലി പോലുള്ള ടാക്സുകളൊക്കെ ഓർത്ത് വെച്ചോ. എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഷോർട്ടാക്കി പഠിച്ചാൽ മതി. ഇനി 2-ാമത്തെ സ്റ്റേറ്റിൽ ആരായിരുന്നു? നോബിലിറ്റി ആയിരുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രഭുക്കന്മാരായിരുന്നു. മലയാളം എഴുത്തിന്റെ നോട്ട് താഴത്തുണ്ട് കേട്ടോ. അപ്പം ഈ പ്രഭുക്കന്മാരായിരുന്നു. അവരാകട്ടെ ദേ കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്. സൈന്യത്തിലും അതേപോലെ തന്നെ ഭരണത്തിലൊക്കെ ഉയർന്ന സ്ഥാനങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഇവരും താഴ്ന്ന ജാതിയിൽ നിന്ന്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ലോ എസ്റ്റേറ്റിൽ നിന്ന്, 3rd എസ്റ്റേറ്റിൽ നിന്ന് ടാക്സുകളൊക്കെ പിരിച്ചിരുന്നു. അപ്പം നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഇതേമാതിരി തന്നെ എഴുതണം ഒരു നിർബന്ധമില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഫുൾ മാർക്ക് കിട്ടും. ഈ പോയിന്റുകൾ ഏകദേശം ഒന്ന് അടുത്തുകൂടെ പോയാൽ മതി. ഒരു ടെൻഷനും വേണ്ട. ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ദെൻ 3rd സ്റ്റേറ്റിന്റെ അവസ്ഥ എന്താണ്? അതിൽ മിഡിൽ ക്ലാസും പിന്നെ ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻ, ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ, അടിമകളൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് വളരെ ലോ സ്റ്റാറ്റസ് ആയിരുന്നു. അവർ രാജ്യത്തെ മുഴുവൻ ടാക്സുകളും കൊടുക്കാൻ വിധിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ അടുത്തത്, ഇതിന്റെ നോട്ട്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിലേക്ക് വിടും കേട്ടോ. അതായത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വിടും. അപ്പോൾ നോട്ടായി നോക്കിയിട്ട് നിങ്ങൾക്ക് അതേമാതിരി പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അടിച്ചു വിടുക. ഓക്കെ. ഇതിന് അടുത്ത റോൾ ഓഫ് തിങ്കേഴ്സ്. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ, ഫ്രാൻസിലെ ജനങ്ങൾക്ക് ആവേശം നൽകിയ 3 ചിന്തകന്മാരുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയാ? വോൾട്ടയർ, റുസോ, മോണ്ടസ്ക്യൂ അല്ലേ. സോ അതിൽ വോൾട്ടയർ പറയുന്ന ഡയലോഗ്, റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. പുരോഹിതന്മാരുടെ മേധാവിത്വത്തെ അല്ലെങ്കിൽ ചൂഷണത്തെ അവരെന്ത് ചെയ്തു? പരിഹസിച്ചു അദ്ദേഹം. പിന്നെ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ഹ്യൂമാനിസം. യുക്തി ചിന്ത, സമത്വം, മാനവിക
മാനവികത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അടുത്ത് റുസോയാണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ, പ്രോഫിറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സോ ഹി സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ എല്ലായിടത്തും സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണെന്ന ഡയലോഗ് പറഞ്ഞ മൂപ്പരാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചു. ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾ ആർ സോവറിൻ, ജനങ്ങളാണ് പരമാധികാരികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ദെൻ അടുത്ത വ്യക്തി മോണ്ടസ്ക്യോ ആണ്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻടു ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവിടെ ഫ്രഞ്ച് രാജാവായിട്ടുള്ള ലൂയി രാജാക്കന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? ഏകാധിപത്യമായിട്ട് ജനങ്ങൾക്ക് ഒരു അധികാരവും കൊടുക്കാതെയാണ് ഭരിച്ചത്. അതിന് പകരം ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞ 3 തൂണുകളിൽ, അതായത് കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, അതേപോലെ തന്നെ നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 തൂണുകളിലായിരിക്കണം ഗവൺമെന്റ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വാദിച്ചു. ഓക്കെ, അപ്പം ചിന്തകന്മാരുടെ സ്വാധീനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ദെൻ അടുത്തത് എക്കണോമിക് ക്രൈസിസ്. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായ ഒരു പ്രധാന കാരണം തന്നെ എക്കണോമിക് ക്രൈസിസ്. ഫ്രാൻസിലെ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരവിച്ച് കിടക്കുകയായിരുന്നു. അത്രയധികം രൂക്ഷമായ പട്ടിണിയായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. കാരണം രാജാക്കന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല, ജനങ്ങളുടെ കാര്യം ഒന്നും അവർ നോക്കുന്നില്ല. അവരിങ്ങനെ ആർഭാടമായിട്ട് ജീവിക്കുകയാണ്. ദേവർ ലക്ഷൂറിയസ് അല്ലെ, ആർഭാടമായിട്ട് ജീവിക്കുകയാണ്. അതേപോലെ തന്നെ റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇവന്മാരും എന്താണ് അനാവശ്യമായ യുദ്ധങ്ങൾ നടത്തുന്നു. കുറെ യുദ്ധങ്ങൾ നടന്നാൽ തന്നെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ലടാ. അങ്ങനെ ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ അല്ലെ. ആ അമേരിക്കൻ വിപ്ലവത്തിന് ഒരു കാരണമില്ലാതെ നമ്മുടെ ഫ്രാൻസ് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ അമേരിക്കക്കാർക്ക് കുറെ പണവും സൈന്യമൊക്കെ നൽകിക്കൊണ്ട് ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 16 അവരെ സഹായിച്ചു. സോ ഒരാവശ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ചുമ്മാ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ശത്രുത കാരണമാണ് അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈയെടുത്തത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഓൾറെഡി ഫ്രാൻസിന്റെ ഖജനാവ് കാലിയായി കിടക്കുകയായിരുന്നു. അങ്ങനെ വെറുതെ അമേരിക്കൻ കോളനികൾക്ക് വേണ്ടി പണം കൊടുത്തതോട് കൂടിയിട്ട് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. ഈ സമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വീണ്ടും തനിക്ക് ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ടാക്സ് ഉയർത്താനും അതേപോലെ തന്നെ അസംബ്ലി വിളിച്ചുകൂട്ടി തേർഡ് സ്റ്റേറ്റ്, 3ാം സ്റ്റേറ്റുകാരുടെ മേൽ പുതിയ ടാക്സുകൾ ഈടാക്കാനും ആര് തീരുമാനിച്ചു? നമ്മുടെ ലൂയി 16 തീരുമാനിച്ചു. ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായ കാരണം. ജനങ്ങൾ സായി കെട്ടു, ഇനി ഇയാളെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഇനി ഇയാൾ ഇവിടെ വേണ്ട എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കുകയാണ് ചെയ്തത് അല്ലേ. സോ നോക്ക്, ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്ക്വാഡർ ഓഫ് ബോൾബൻ കൈൻഡ്സ് ഫ്രീക്വന്റ്ലി വാർ വേജ്ഡ് along with the frequent spells of drought and crop failure brought France to bankruptcy. അതായത് ബോൾബൻ രാജാക്കന്മാരുടെ ആഡംബര ജീവിതം, ദൂർത്ത്, അവർ നടത്തിയ നിരന്തര യുദ്ധങ്ങൾ, പിന്നെ ഫ്രാൻസിൽ ഇടയ്ക്കിടെ ഉണ്ടാക്കിയ വരൾച്ച, വിളനാശം എല്ലാം കൂടി ഇല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റഷ്യയുടെ കാര്യത്തിൽ പറഞ്ഞ മാതിരി തന്നെ സ്വതവേ ദുർബലം, അത് കൂടെ ഗർഭിണി എന്ന അവസ്ഥയായിരുന്നു ഫ്രാൻസിലെ ജനങ്ങൾക്ക്. അങ്ങനെ എല്ലാം കൂടി ഫ്രാൻസിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പട്ടിണി കിടക്കായിരുന്നു ആളുകൾ. ദെൻ ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റന്റ് ഗിവൻ ടു അമേരിക്കൻ കോളനീസ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൾസോ അഗ്രവേറ്റഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുകൂടി കൂട്ടാൻ വെറുതെ എന്ത് ചെയ്തു? ഫ്രഞ്ച് ചക്രവർത്തി അമേരിക്കൻ കോളനികൾക്ക് ധനസഹായം നൽകിയതും ഒരു കാരണമായിട്ട് മാറി. ടു ലെവി ന്യൂ ടാക്സസ് upon the commoners, King Louis XVI summoned the States General, the legislative assembly of the representatives from 3 estates. അങ്ങനെ അന്നത്തെ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന ലൂയി 16 ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? കോമൺസിൽ നിന്ന് പുതിയ നികുതികൾ ഈടാക്കണം. ആ നികുതികൾ ഈടാക്കാൻ വേണ്ടി അന്ന് വരെ വിളിച്ചുകൂട്ടാത്ത ഫ്രാൻസിന്റെ പാർലമെന്റായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. The first 2 estates argued for a state-wise single voting system, while the third state commoners demanded individual vote for each members. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിനു മുമ്പ് 175 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഫ്രഞ്ച് പാർലമെന്റ് ഇതിനു മുമ്പ് ഈ നമ്മുടെ ലൂയി 16 മുത്തശ്ശൻ ലൂയി 14 വിളിച്ചുകൂട്ടിയിരുന്നത്. പിന്നീട് ലൂയി 15 16 പാർലമെന്റ് പോലും വിളിച്ചുകൂട്ടാറില്ല. അവർക്ക് തോന്നിയമാതിരി നിയമങ്ങൾ ഉണ്ടാക്കാണ്. പക്ഷേ ഇപ്പൊ ലൂയി 16 പാർലമെന്റ് വിളിച്ചുകൂട്ടാതെ നിവൃത്തിയില്ലടാ. കാരണം എന്താണ്? അവർക്ക് പുതിയ ടാക്സുകൾ ഉണ്ടാക്കിയാലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പാർലമെന്റ് വിളിച്ചുകൂട്ടിയപ്പം നമ്മുടെ കോമണേഴ്സിൽ അത്യാവശ്യം വിവരമുള്ള ആളുകളില്ലടാ. അതായത് മധ്യവർഗത്തിൽപ്പെട്ട നല്ല അധ്യാപകരും അതേപോലെ തന്നെ തിങ്കേഴ്സും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബാങ്കേഴ്സ് ഒക്കെ ആയിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ ഡിമാൻഡ് വെച്ചു. അവരുടെ നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങളുടെ ഉടായ്പ പരിപാടി അവിടെ നടക്കൂല. എന്താണ്? ഒരു സ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ള രീതിയായിരുന്നു ഫ്രാൻസിൽ പണ്ടുണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ 3 സ്റ്റേറ്റ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ്. അപ്പൊ 3 വോട്ടുകളിൽ 2 വോട്ട് കിട്ടിയാൽ നിയമം വരും. അപ്പൊ എന്തായാലും 1-2 സ്റ്റേറ്റുകാർ ഒരുമിച്ച് നിൽക്കും. എപ്പോഴും തേർഡ് സ്റ്റേറ്റുകാർ പുറത്താവും. അപ്പൊ ആ ചതി മനസ്സിലാക്കിയ തേർഡ് സ്റ്റേറ്റുകാർ പറഞ്ഞു, അങ്ങനെ നടക്കൂല മോനെ, പകരം എന്ത് ചെയ്യണം? എസ്റ്റേറ്റിലെ മുഴുവൻ മെമ്പേഴ്സിനും വോട്ട് അവകാശം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 600ഓളം മെമ്പേഴ്സ് ഉള്ള തേർഡ് സ്റ്റേറ്റിനായിരുന്നു ഭൂരിപക്ഷം. അപ്പം പിന്നെ തേർഡ് സ്റ്റേറ്റുകാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റുകാർക്ക് പണി കിട്ടും. അവരും രാജ്യത്തെ നികുതികൾ കൊടുക്കേണ്ടി വരുമെന്ന് ആർക്ക് മനസ്സിലായി? ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റുകാർക്കും രാജാവിനും മനസ്സിലായി. അങ്ങനെ അത് നടക്കൂല എന്ന് രാജാവും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റുകാരും വാദിച്ചു. ആകെ പ്രശ്നമായി. അവസാനം എന്താ സംഭവിക്കുന്നത്? ദ തേർഡ് സ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽഫ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഞങ്ങളാണ് ഇനി ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി, നാഷണൽ അസംബ്ലി എന്ന് തേർഡ് സ്റ്റേറ്റുകാർ പ്രഖ്യാപിച്ചു. ആൻഡ് ദേ അസംബ്ലിഡ് ഇൻ എ ടെന്നീസ് കോർട്ട് ആൻഡ് swore not to leave until they had framed a constitution of France. This event is known as ടെന്നീസ് കോർട്ട് ഓത്ത്. ഫ്രാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും രാജാവും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റുകാരും തങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തേർഡ് സ്റ്റേറ്റുകാർ അവർ സ്വയം നാഷണൽ അസംബ്ലി, ഞങ്ങളാണ് ഇനി ഫ്രാൻസിന്റെ
ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു അസംബ്ലി ഹാളിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ രാജകൊട്ടാരത്തിൽ തന്നെയുള്ള ഒരു ടെന്നീസ് കോർട്ട്, ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ ഇവർ സമ്മേളിച്ചു. അവിടെ വെച്ച് അവർ ഒരു പ്രതിജ്ഞ ചെയ്തു, ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന് അവർ പറഞ്ഞു അല്ലേ. ദെൻ ഓൺ 14th July 1789, 1789 എന്നുള്ള വർഷം ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്തു വെച്ചോ, അല്ലെങ്കിൽ വിട്ടേക്ക്. റവല്യൂഷണറി സ്റ്റോമഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി. ആ 3 ഡയലോഗ് ഓർത്തു വെക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിലുടനീളം ഇവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ദെൻ ഡെമോളിഷ്ഡ് ദ ബാസ്റ്റിൽ പ്രിസൺ, ദ സിംബൽ ഓഫ് ബൂർബൻ മൊണാർക്കി. ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അങ്ങനെ 1789 ജൂലൈ 14 അവർ ഡേറ്റ് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ, അല്ലെങ്കിൽ അത് വേണ്ട വിട്ടേക്ക്. ഇങ്ങനെ എന്ത് ചെയ്തു, ഈ റവല്യൂഷണറീസ്, കലാപകാരികൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഫ്രഞ്ച് ചക്രവർത്തിയുടെ പ്രതീകമായിരുന്ന ഫ്യൂഡലിസത്തിന്റെയും ഫ്രഞ്ച് മൊണാർക്കിയുടെയും സിംബലായിരുന്ന അവരുടെ ബാസ്റ്റീൽ എന്ന് പറഞ്ഞ ഒരു ജയിൽ, ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ട ഇവന്മാർ പൊളിച്ചു. അതിനകത്തുണ്ടായിരുന്ന ജയിലെ തടവ് പുള്ളികളെ, പ്രിസണേഴ്സിനെയൊക്കെ ഇവർ മോചിപ്പിച്ചു. ഈ ഒരു സംഭവം രാജാധികാരത്തിന്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ചക്രവർത്തിമാരുടെ ശക്തിയുടെ പ്രതീകമായിരുന്ന ആ കോട്ട പൊളിച്ച ആ ഒരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായിട്ട് അറിയപ്പെടുന്നത്, കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഇത്രയും ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ ഉത്തരം എത്തിയത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സാമ്പത്തിക കാരണങ്ങളും അതേപോലെ ഇമ്മീഡിയറ്റ് റീസണും. ഇനി അവസാനമായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങളും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തന്നെ ക്ലോസ് ആയി. സിമ്പിൾ ആയിട്ട് പഠിച്ചു കൊടുക്കുക. ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം ആശയങ്ങൾ കിട്ടും. ഇതങ്ങോട്ട് വെച്ച് ചാമ്പിയാൽ മതി. ഓക്കെ, എന്തൊക്കെ ഫലങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാക്കിയത്? എല്ലാ റവല്യൂഷനെയും പോലെ തന്നെ ലേറ്റർ റവല്യൂഷൻസിന്, അതായത് പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. മോട്ടിവേറ്റഡ് ലേറ്റർ റവല്യൂഷൻസ് ഇങ്ങനെ എഴുതിയാൽ മതി, സിമ്പിൾ ഭാഷയിൽ എഴുതിയാൽ മതി. ഇതിനടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി, സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. പിന്നെന്താ, ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ ഉയർച്ചയെ സഹായിച്ചു. കാരണം മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അവർക്കായിരുന്നല്ലോ ഈ അവകാശങ്ങളൊക്കെ വേണ്ടത് അല്ലേ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടി, മധ്യവർഗത്തിന് കീഴിലുള്ള ഒരു പുതിയ ഭരണകൂടം തന്നെ ഫ്രാൻസിൽ നിലവിൽ വന്നു. അപ്പോൾ അവർക്ക് എല്ലാ ഫ്രീഡവും കിട്ടി അല്ലേ. ദെൻ ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയത, ജനങ്ങളാണ് പരമാധികാരികളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ദെൻ എൻഡഡ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്, യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിച്ചു. അതായത് പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയൊക്കെ ചൂഷണവും ഒക്കെ അവസാനിച്ചു. അങ്ങനെ എല്ലാവർക്കും ഫ്രീഡം കിട്ടി, എല്ലാവർക്കും ഭൂസ്വത്തുക്കൾ കിട്ടി. അങ്ങനെ ഫ്രാൻസ് ഒരു ജനാധിപത്യ മോഡൽ റിപ്പബ്ലിക്കൻ കൺട്രി ആയിട്ട് മാറി അല്ലേ. അപ്പോൾ മക്കളെ, ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പം എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എസ്എ ക്വസ്റ്റ്യൻ കുറേ പഠിക്കേണ്ടല്ലോ വെച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ വീഡിയോകൾ കാണുക, പോയിന്റുകൾ മനസ്സിലാക്കുക. ആ പോയിന്റുകൾ വെച്ച് നിങ്ങൾ അങ്ങോട്ട് വലിച്ചു നീട്ടി എഴുതുക, അല്ലെങ്കിൽ പോയിന്റുകളാക്കി എഴുതുക. എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അടുത്തുകൂടി പോയാൽ മതി. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. സോഷ്യൽ സയൻസ് ആണ്. നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കിട്ടൂല. ടെൻഷൻ അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.